ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ഹോൾ കോയിൻസിനെ കുറിച്ചാണ്. അതായത് വിവിധ രാജ്യങ്ങളുടെ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന ഹോൾ കോയിൻസ് ആണ്. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് നാണയങ്ങളാണ്. അപ്പോൾ ആ ഒരു നാണയങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു നാണയങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് ഹോൾ കോയിൻസ് ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന അതായത് വിവിധ രാജ്യങ്ങളുടെ ഹോൾ കോയിൻസ് ആണ്. ഈ ഒരു നാണയങ്ങൾക്കൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഒരു പല ആൾക്കാരും തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ള പല കളക്ഷൻസും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കളക്ഷനാണ് ഹോൾ കോയിൻസ്. അതായത് സെൻറ്ററായിട്ട് ഹോൾ വരുന്ന നാണയങ്ങളൊക്കെ കളക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു കളക്ഷൻ ഉണ്ട്, ഹോൾ കോയിൻസിൻ്റെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ വിവിധ രാജ്യങ്ങളുടെ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന ഒരുപാട് നാണയങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ചില നാണയങ്ങളുടെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു ചാനലിൽ ആ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്, തീർച്ചയായും കാണുക. ആ ഒരു നാണയങ്ങളൊക്കെ കളക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആ ഒരു നാണയങ്ങളുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് നാണയങ്ങളാണ്. അപ്പോൾ ഒന്നും ഹോൾഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ നാണയങ്ങളും നല്ല കണ്ടീഷൻ നാണയങ്ങളാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. ഈ ഒരു നാണയം ഫ്രഞ്ച് ഇൻഡോ ചൈനയിലെ ഹോൾ കോയിൻസ് ആണ്. അതായത് ഹാഫ് സെൻറ്റ്, അര സെൻറ്റ് എന്നറിയപ്പെടുന്ന നാണയമാണ്. 1939 നാണയമാണ്. ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം 400 രൂപ മുതൽ നല്ലൊരു കണ്ടീഷൻ നാണയത്തിന്, അതായത് നല്ലൊരു യൂണിസി കണ്ടീഷൻ നാണയത്തിന് 600 രൂപ 650 രൂപയൊക്കെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. അപ്പോൾ ഇതിൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത നാണയമാണ്. ഈ ഒരു നാണയം എൻ്റെ കളക്ഷനിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഫ്രഞ്ച് ഇൻഡോ ചൈനയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇൻഡോ ചൈന എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഹാഫ്, അതായത് 1/2 എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും, സെൻറ്റ് എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇൻഡോ ചൈനയിലെ അര സെൻറ്റ്, അതായത് ഹാഫ് സെൻറ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയം നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. ഇങ്ങനെ ഒരുപാട് നാണയങ്ങളൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഈ ഒരു നാണയം നമുക്ക് കോമൺ ആയിട്ടുള്ള നാണയമാണ്. എസ്പാനയിലെ കോമൺ ആയിട്ടുള്ള നാണയമാണ്. 25 എന്നറിയപ്പെടുന്ന, അതായത് 25 ഡെനോമിനേഷനിൽ വരുന്ന നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയത്തിന് നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു 30 രൂപ മുതൽ 60 രൂപ വരെയാണ് മാർക്കറ്റിൽ വരുന്ന വില. പിന്നെ അതുപോലെ തന്നെ ഞാൻ രണ്ട് വില കിട്ടുന്ന, അതായത് 2 റയർ കാറ്റഗറി വരുന്ന നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോൾ കോയിൻസിൽ തന്നെ. അപ്പോൾ ഈ ഒരു നാണയമാണ്. അതൊന്ന് ഡെൻമാർക്കിലെ 25 ഡെനോമിനേഷൻ വരുന്ന ആ ഒരു നാണയമാണ്, ഹോൾ കോയിൻസ് ആണ്. 1933 ആ ഒരു നാണയമാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു നാണയം റയർ കാറ്റഗറി വരുന്ന നാണയമാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ഒരു 1000 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് തന്നെ നമുക്ക് ഏകദേശം ഒരു 500 രൂപയ്ക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ 1000 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. അത്യാവശ്യം നമുക്ക് ഇപ്പോൾ ഈ ഒരു നാണയങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് കിട്ടുക ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത നാണയമാണ് ഡെൻമാർക്കിലെ 25 1933 ആ ഒരു വർഷത്തിലെ നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ ഉടൻ തന്നെ എൻ്റെ ഒരു ചാനൽ വഴി ചെയ്തിടുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക. അതുപോലെ തന്നെ നേപ്പാളിലെ ബുള്ളറ്റ് ഹോൾ കോയിൻസ് എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു നാണയമാണ്. ഈ ഒരു നാണയം ഹോൾ കോയിൻസ് ആണ്. ഈ ഒരു നാണയത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു നാണയം എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത നാണയമാണ്. ഈ ഒരു നാണയത്തിനും ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം 100 രൂപ മുതൽ നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് 250 രൂപ വരെയൊക്കെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയങ്ങളുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് നാണയങ്ങൾ, അതായത് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ നാണയങ്ങളും അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഉള്ള നാണയങ്ങളാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു നാണയം റൊമാനിയയിലെ നാണയമാണ്. അപ്പോൾ റൊമാനിയയിലെ നമുക്ക് 1906 ആ ഒരു വർഷത്തിലെ നാണയമാണ്. 10 ബാനി എന്നറിയപ്പെടുന്ന നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയത്തിലൊരു ചെറിയൊരു വെറൈറ്റി ഉണ്ട്. ആ ഒരു വെറൈറ്റി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമുക്ക് നാണയത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ജെ എന്നുള്ളൊരു ഇംഗ്ലീഷ് ലെറ്റർ ഉണ്ടെങ്കിൽ, ഞാനിവിടെ ഈ ഒരു പെൻമാർക്ക് ചൂണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ജെ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ ഉണ്ടെങ്കിൽ ഈ ഒരു നാണയത്തിന് അത്യാവശ്യം മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് 600 രൂപ വരെ ലഭിക്കുന്ന നല്ലൊരു സ്കാസ് കാറ്റഗറി നാണയമാണ്. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് ലെറ്റർ ഇല്ലാതെ വരുന്ന നാണയങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ കൈവശം എനിക്കിപ്പോൾ കിട്ടിയ നാണയം ജെ ഈ ഒരു ഇംഗ്ലീഷ് ലെറ്റർ വരുന്ന നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി ചെയ്തിടുന്നതാണ്. അപ്പോൾ നിങ്ങൾ തുടർന്നും വീഡിയോസും എൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക. അപ്പോൾ കുറച്ച് ഹോൾ കോയിൻസ് ഒക്കെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തു. അപ്പോൾ ആ ഒരു നാണയങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.